ഇനി നമുക്ക് വളരെ സങ്കടകരമായ ആ വാർത്തയിലേക്കാണ്. യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമം തുടരുകയാണ്. ആക്ഷൻ കൗൺസിൽ 16-ാം തീയതി വധശിക്ഷ നടപ്പിലാക്കുമെന്ന രീതിയിലുള്ള അറിയിപ്പ് വന്നിരുന്നു. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബു മഹ്ദിയുടെ കുടുംബവുമായി മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം ചർച്ചകൾ തുടരുകയാണ്. ഇപ്പോഴും നിമിഷപ്രിയയെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് എംപിമാരായ കെ രാധാകൃഷ്ണനും ജോൺ ബ്രിട്ടാസും സംസ്ഥാന സർക്കാർ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസും കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. യമൻ പൗരൻ തലാൽ അബു മഹ്ദി കൊല്ലപ്പെട്ട കേസിൽ സനായിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16 നടപ്പാക്കാനാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജയിൽ അധികൃതർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എല്ലാ നിയമ നടപടികളും പൂർത്തിയായ പശ്ചാത്തലത്തിൽ സനായിലുള്ള തലാലിന്റെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏക മാർഗം. യമനിൽ തിരിച്ചെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബു മഹ്ദിയുടെ കുടുംബവുമായി ചർച്ചകൾ തുടരുമെന്ന് അറിയിച്ചു. തലാലിന്റെ കുടുംബത്തിന് നേരത്തെ ദിയാദനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. കുടുംബാംഗങ്ങളിലെ ഭൂരിഭാഗത്തിനും അനുകൂല നിലപാടാണുള്ളതെന്നാണ് വിവരം. മാനുഷിക പരിഗണന മുൻനിർത്തി നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടാൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. ചർച്ചകൾ തുടരുന്നതിനിടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം വ്യക്തമല്ല. നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കെ രാധാകൃഷ്ണൻ എംപിയും ഡൽഹിയിലെ പ്രത്യേക സർക്കാർ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും കത്തയച്ചു. 24 ഡൽഹി. എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനും അവരെ മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. 24ഉം അതിൽ തീർച്ചയായിട്ടും അണിചേരും.